നമസ്കാരം, ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. CBSE പുനർമൂല്യനിർണ്ണയത്തിനായി ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി നീട്ടി. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷിക്കാം. മൂല്യനിർണ്ണയത്തിനെതിരെ ഉയർന്ന പരാതികളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം CBSEയോട് വിശദീകരണം തേടിയിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഇടപെടലിന് പിന്നാലെയാണ് സമയപരിധി നീട്ടാനുള്ള തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിന് നാളെ അർദ്ധരാത്രി വരെ അപേക്ഷിക്കാം. നേരത്തെ ഇന്ന് രാത്രി 12 മണി വരെയായിരുന്നു സമയപരിധി. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് മുന്നോടിയായി ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനിടെയാണ് വെബ്സൈറ്റിൽ വ്യാപകമായി സാങ്കേതിക പ്രശ്നം നേരിട്ടത്. ഒരു വിഷയത്തിന്റെ ഉത്തരക്കടലാസ് എടുക്കാനുള്ള ഫീസ് 100 രൂപയാണ്. എന്നാൽ ഓൺലൈനിൽ 69,420 രൂപ കാണിച്ചതായി വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. 2 ദിവസം ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതായി സ്ഥിരീകരിച്ച CBSE ഫീസുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സർക്കുലർ ഇറക്കിയിരുന്നു. അതിനിടെ ധനമന്ത്രാലയത്തിന്റെ പിന്തുണയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തേടി. CBSE പേയ്മെന്റ് ഗേറ്റ്വേ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ധനകാര്യമന്ത്രിയുമായി സംസാരിച്ചു. പ്രശ്നപരിഹാരത്തിനായി പൊതുമേഖലാ ബാങ്കുകളുടെ സഹായവും തേടിയിരുന്നു. 24 ഡൽഹി. കർണാടക ഹൊക്കലു നദിയിൽ മുങ്ങിമരിച്ചവരുടെ എണ്ണം 10ആയി. കക്കവാരാൻ നദിയിലിറങ്ങിയ 9 സ്ത്രീകളും ഒരു പുരുഷനുമാണ് മരിച്ചത്. കാണാതായ ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നാളെയും തുടരും. ഹൊക്കലു നദിയിൽ കക്കവാരാൻ പോയ 14 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരെല്ലാം ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. കക്ക വാരുന്നതിനിടയിൽ നദിയിലെ വെള്ളം ക്രമാതീതമായി ഉയരുകയായിരുന്നു. രക്ഷപ്പെടുത്തിയ 3 പേരെ മണിപ്പാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ബംഗളൂരു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി നിയമിച്ചതിൽ വിവാദം കൊഴുക്കുന്നു. തീരുമാനത്തിൽ കോൺഗ്രസിനുള്ളിലും അതൃപ്തിയുണ്ട് എന്നാണ് സൂചന. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഭരിക്കുന്നവരുടെ തീരുമാനമെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നിയമനത്തിൽ CPIM-ഉം BJP-യും വിമർശനം കടുപ്പിച്ചു. വിവാദങ്ങൾക്കിടെ രത്തൻ യു കേൽക്കർ സെക്രട്ടേറിയറ്റിലെത്തി ചുമതല ഏറ്റെടുത്തു. ബംഗാളിൽ BJP അധികാരത്തിലെത്തിയതിന് പിന്നാലെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ചീഫ് സെക്രട്ടറിയും SIR നിരീക്ഷകനായിരുന്ന ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവുമാക്കിയതിനെതിരെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിമർശിച്ചിരുന്നു. ഈ വിമർശനമുയർത്തിയാണ് രത്തൻ യു കേൽക്കറുടെ നിയമനം CPIM-ഉം BJP-യും ചർച്ചയാക്കുന്നത്. ഇതിനിടെ KC വേണുഗോപാലിന്റെ മുനവെച്ചുള്ള പ്രതികരണം. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ അതൊക്കെ ഭരണപരമായ കാര്യങ്ങളാണ്. അത് ഭരണത്തിലിരിക്കുന്നവർ തീരുമാനിക്കും. അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകും. നിയമനത്തിൽ കോൺഗ്രസിനകത്തുതന്നെ പ്രശ്നങ്ങളുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 10,000-കണക്കിന് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്താവാണ് യഥാർത്ഥത്തിൽ കേൽക്കർ. അദ്ദേഹത്തിനെതിരായി അതിശക്തിയായിട്ടുള്ള ആക്ഷേപമാണ് കേരളത്തിലുടനീളം. കോൺഗ്രസിന്റെ അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അവർ തന്നെ കൃത്യമായിട്ട് ശക്തിയായ രീതിയിൽ ന്യായീകരിക്കാനോ എതിർക്കാനോ തയ്യാറാവുന്നില്ല. ബംഗാളിൽ അവർ എതിർത്തത് ഭരണപക്ഷം എന്ന രീതിയിലല്ല ഉള്ളവരല്ല, പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാരെ തന്നെ, അഖിലേന്ത്യാ നേതാക്കന്മാരെ. SIR-ലൂടെ UDF-നെ അധികാരത്തിലെത്തിച്ചത് രത്തൻ യു കേൽക്കർ എന്നും നിയമനം ദുരൂഹമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചീഫ് ഇലക്ടറൽ ഓഫീസറെ ഡെപ്യൂട്ടേഷൻ സേവനം അവസാനിപ്പിച്ചുകൊണ്ട് നിയമിച്ചത് ദുരൂഹമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കറിന്റെ പുതിയ സ്ഥാനം കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചതിനാണോ എന്ന് V മുരളീധരൻ MLA. രാഹുൽ ഗാന്ധിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിൽ മുൻ കമ്മീഷണറായിട്ടുള്ള ശ്രീ രത്തൻ കേൽക്കറെ നിയമിക്കാനെടുത്ത തീരുമാനം തെരഞ്ഞെടുപ്പ് തിരിമറി നടത്താൻ കോൺഗ്രസിന് സഹായകരമായിട്ടുള്ള നിലപാടെടുത്തതിനാണോ? പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു കേൽക്കർ ഇന്ന് സെക്രട്ടേറിയറ്റിലെത്തി ചുമതലയേറ്റു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിൽ തന്നെ ചുമതല ഏറ്റെടുത്തത്. 24 തിരുവനന്തപുരം. പുതിയ സർക്കാരിന്റെ ഓരോ നടപടിയും പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്നതായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അധികാരത്തിന്റെ പത്രാസ് ഒരിക്കലും കാണിക്കില്ല എന്നും തന്റെ പേരിൽ നാട്ടുകാർക്ക് തലകുനിക്കേണ്ടി വരില്ല എന്നും പറവൂരിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ മലയാളത്തിന്റെ മഹാനടന്മാർ എത്തിയാണ് VD സതീശനെ വരവേറ്റത്. ഒരു കഥാപാത്രം പറയുന്നുണ്ട്, കേരളത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഒഴുകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ കവാടത്തിൽ വരെ മയക്കുമരുന്ന് എന്ന വിപത്ത് ഇന്ന് എത്തിയിരിക്കുന്നു. കുരുക്കുമുഷ്ടിയും ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നിൽ നിന്നാൽ
മയക്കുമരുന്ന് എന്ന വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. മുഖ്യമന്ത്രി എത്തിയതോടെ ആവേശക്കടലായിരുന്നു ഇന്ന് എറണാകുളം. രാവിലെ കൊച്ചി ഇൻഡോർ സ്റ്റേഡിയത്തിലും വൈകിട്ട് പറവൂരിലും സ്വീകരിക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. ചടങ്ങിനെത്തിയ മലയാളത്തിൻ്റെ മഹാനടന്മാർ പുതിയ സർക്കാരിലുള്ള പ്രതീക്ഷ മറച്ചുവച്ചില്ല. തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അഭിനയിച്ചു. അഭിനയിക്കുന്നത് വളരെ കുറച്ചു കാലത്തേക്കാണ്. അഭിനയവും പരിചയവും കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാകാവുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ യഥാർത്ഥത്തിലൊരു മുഖ്യമന്ത്രിയായിരിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. ഒരു ദേശത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ ഒരു നാടിന്റെ തന്നെ മുഖ്യനായി മാറിയ അനർഘ നിമിഷം. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. VD സതീശന്റെ സ്ഥിരതയാർന്ന പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന് കാരണമെന്ന് ശ്രീകുമാരൻ തമ്പിയും എടുത്തു പറഞ്ഞു. മറുപടി പറയുന്നതിനിടെ മുഖ്യമന്ത്രി വികാരാതീതനായി. വാത്സല്യവും സ്നേഹവും വാരിക്കോരിത്തന്ന നിങ്ങളെ മറക്കില്ല എന്ന് പറഞ്ഞ VD സതീശൻ വെല്ലുവിളിയും പ്രതീക്ഷയും ജനതയോട് പങ്കുവച്ചു. ധനകാര്യ വകുപ്പ് കൂടി ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതൊരു വെല്ലുവിളിയായതുകൊണ്ടാണ് അത് ഏറ്റെടുത്തത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തണം, കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള കൃത്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ നിൽക്കുന്നത്. എറണാകുളം ജില്ലയിൽ നിന്ന് ജയിച്ച MLA-മാരെയും ചടങ്ങിൽ ആദരിച്ചു. അവസാനം പ്രിയ സുഹൃത്തായ നടൻ സലീം കുമാറിന്റെ വക ഒരു മാസ് ഡയലോഗ്. വനവാസക്കാരന്റെ പട്ടാഭിഷേകം. സത്യത്തിൽ അതാണ് നടന്നത്. വനവാസത്തിന് പോവാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ സായുജ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ VD സതീശൻ. 24 കൊച്ചി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, പാലക്കാട് ജില്ലകൾ ഒഴികെ 11 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് മഴക്കെടുതിയും രൂക്ഷമാണ്. പുതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഈ മാസം 28-ാം തീയതി വരെ മഴ തുടരുമെന്നാണ് പ്രവചനം. ബംഗാൾ ഉൾക്കടലിലും തെക്കൻ അറബിക്കടലിലും നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് മഴ ശക്തമാകാനുള്ള കാരണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. സംസ്ഥാനത്ത് മഴക്കെടുതിയും രൂക്ഷമാണ്. ആലപ്പുഴ അരൂരിൽ ഇടിമിന്നലേറ്റ് 60കാരൻ മരിച്ചു. വീട്ടിൽ നിന്ന് കുളിക്കാനായി പുറത്തെ ശുചിമുറിയിലേക്ക് പോകുമ്പോഴായിരുന്നു മിന്നലേറ്റത്. ശക്തമായ മഴയിൽ ചെങ്ങന്നൂർ പുലിയൂരിൽ വീട്ടുവളപ്പിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പുലിയൂർ സ്വദേശി ശിവന്റെ വീട്ടുവളപ്പിലെ കിണറാണ് ഇന്നലെ ഇടിഞ്ഞത്. കൊല്ലം കുണ്ടറ കേരളപുരത്ത് KSRTC ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. തലനാരിഴയ്ക്ക് ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടു. തൃശൂർ ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് തുളച്ചുകയറിയും അപകടമുണ്ടായി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മറ്റന്നാൾ കാലവർഷം കേരള തീരം തൊടുമെന്ന പ്രവചനമുണ്ടെങ്കിലും വൈകാനാണ് സാധ്യത. 24 തിരുവനന്തപുരം. താരസംഘടനയായ അമ്മയിലെ തർക്കം കനക്കുന്നു. നടൻ ടിനി ടോമിനെതിരായ അൻസിബ ഹസന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന നീനാക്കുറുപ്പിന്റെ പരാതിക്കത്ത് പുറത്ത്. ടിനി ടോം തന്നെയും അസഭ്യം പറഞ്ഞുവെന്ന് നീനാക്കുറുപ്പ് സംഘടനയ്ക്ക് നൽകിയ കത്തിൽ പറയുന്നു. നേതൃസ്ഥാനത്തുള്ളവർക്ക് സംഘടനയെ എങ്ങനെ നടത്തിക്കൊണ്ടുപോകണമെന്ന് അറിയില്ല എന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി 24-നോട്. ടിനി ടോം തന്നെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചെന്നും സംഘടനയ്ക്ക് നൽകിയ പരാതിയിൽ നീനാക്കുറുപ്പ് പറയുന്നു. തനിക്ക് മാത്രമല്ല മറ്റംഗങ്ങൾക്കും ടിനി ടോമിന്റെ ക്രൂരതകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നീനാക്കുറുപ്പിന്റെ പരാതിയിൽ പറയുന്നു. വിവാദം കനത്തതോടെ അമ്മ നേതൃത്വത്തിനെതിരെ ചലച്ചിത്ര പ്രവർത്തകയായ ഭാഗ്യലക്ഷ്മിയും നടി മാലാ പാർവതിയും രംഗത്തെത്തി. അവിടുത്തെ ഒരു ജോലിക്ക് നിന്ന സ്റ്റാഫ് പരാതി പറഞ്ഞു. അത് ഗൗരവമായ കാര്യങ്ങളാണ് പറഞ്ഞു ഉണ്ണി ശിവകുമാറിനെതിരെയും. അപ്പോൾ ആ സമയത്തും കുക്കു ആ പെൺകുട്ടിയെ അല്ല സപ്പോർട്ട് ചെയ്തത്, ഉണ്ണി ശിവകുമാറിനെ സപ്പോർട്ട് ചെയ്തു എന്ന് കേൾക്കുന്നത്, അൻസിബ പറയുന്നത് കേൾക്കുന്നത്, അല്ലെങ്കിൽ നീനാക്കുറുപ്പിന്റെ പരാതി. അവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പേഴ്സാണ്. അപ്പോൾ അവരുടെയൊക്കെ പരാതി നമുക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്നു, വലിയ ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇരിക്കുന്നവർക്ക് സംഘടന എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നൊരു വലിയ പിടിയില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. അൻസിബയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരന്റെയും നീനാക്കുറുപ്പിന്റെയും ഗൂഢാലോചനയാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ലക്ഷ്മി പ്രിയ. ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയോ ഇങ്ങനെ ഇടപെടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതേസമയം വിഷയത്തിൽ മറ്റു പ്രമുഖ താരങ്ങൾ പ്രതികരിച്ചിട്ടില്ല. 24 കൊച്ചി.
കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ഇടമലയാറിന് സമീപം പൊങ്ങൻചുവട് ആദിവാസി ഉന്നതിയിലെ പുഷ്പാകരൻ എന്ന് വിളിക്കുന്ന വെള്ളക്കയ്യനാണ് കൊല്ലപ്പെട്ടത്. ഉച്ചയ്ക്ക് ശേഷം വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയതായിരുന്നു. അപ്രതീക്ഷിതമായി എത്തിയ ആന പുഷ്പാകരനെ ചുഴറ്റിയെറിഞ്ഞുവെന്ന് കൂടെയുള്ളവർ പറഞ്ഞു. കോതമംഗലത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കാട്ടിൽ മലഞ്ചിറക്ക് എടുക്കാൻ വേണ്ടി പോയിട്ട് അന്നേരം കാട്ടാന ആക്രമണം ചെയ്ത് അന്നേരം പുള്ളി കൊല്ലപ്പെട്ടതല്ല, അവിടെ വെച്ച് അന്നേരം ജീവനുണ്ടായിരുന്നു. അന്നേരം എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാനും കൂടി അവിടെ പോയി ഒരു വണ്ടിയും കൊണ്ട് വിളിച്ച് കാട്ടിനുള്ളിൽ കൂടി ആളുടെ അടുത്ത് പോയി കഴിയുമ്പോൾ നാടി പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടവഴിക്കും അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചത്. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുൻമന്ത്രി റോഷി അഗസ്റ്റിന് കുരുക്ക്. കൊളപ്ര ടൂറിസം പദ്ധതിയിലെ 112 കോടിയുടെ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അതേസമയം അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ 24നോട് പറഞ്ഞു. കോളപ്ര ടൂറിസം പദ്ധതിയിൽ 112 കോടിയുടെ ക്രമക്കേട് നടന്നെന്ന കോൺഗ്രസ് നേതാവ് ബേബി ജോസഫിന്റെ പരാതിയിലാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. കോളപ്ര ടൂറിസം പദ്ധതിയുടെ ടെൻഡർ നടപടികളിൽ വലിയ വീഴ്ചയും അലംഭാവവും വരുത്തിയെന്നും സ്വകാര്യ ഏജൻസിക്ക് കൊള്ളലാഭം ലഭിക്കത്തക്ക രീതിയിൽ ടെൻഡർ നടപടികൾ അംഗീകരിച്ചതായും പരാതിയിൽ പറയുന്നു. 30 വർഷത്തിന് ജലാശയവും തീരങ്ങളും കോഴിക്കോട് FSIT റീഡിഫൈൻ ഡെസ്റ്റിനേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിൽ ക്രമക്കേട് നടന്നെന്നാണ് പരാതിയിലുള്ളത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നും മുൻമന്ത്രി റോഷി അഗസ്റ്റിൻ 24നോട് പറഞ്ഞു. ഇപ്പോൾ 112 കോടിയുടെ അഴിമതി എന്നാണ് പറയുന്നത്. ഈ പദ്ധതി എത്ര കോടിയുടെ ആണെന്നുള്ളതാണല്ലോ ആദ്യത്തെ പ്രശ്നം. മാത്രമല്ല ഇതിൽ ഗവൺമെൻറ്റിന് ഒരു പൈസ മുടക്കമുള്ള പദ്ധതിയല്ല. എത്ര കോടിയുടെ പദ്ധതിയാണ്? 116 എനിക്ക് തോന്നുന്നു. 116 കോടിയുടെ പദ്ധതിയാണ്. ഒരു പൈസ ഗവൺമെൻറ്റിന് മുടക്കമുള്ള പദ്ധതിയല്ല. ഇത് ഏറ്റെടുക്കുന്ന കമ്പനി തന്നെയാണ് ഇതിൻ്റെ പണം മുടക്ക്. CPIM-നെയോ LDF-നെയോ ഭയപ്പെടുത്താമെന്ന് കരുതരുതെന്നും UDF-ന് അധികാരം കിട്ടിയതിൻ്റെ ആരംഭ ശൂരത്വമാണെന്നും EP ജയരാജൻ. അവർക്ക് അധികാരം കിട്ടിയതല്ലേ, ആരംഭശൂരത്വം കാണും. പക്ഷേ ഇടതുപക്ഷ മുന്നണിയെയോ CPM-നെയോ അങ്ങനെ ഭയപ്പെടുത്താമെന്ന് ധരിക്കരുത്. LDF സർക്കാരിൻ്റെ കാലത്തെ അഴിമതി ആരോപണങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കുന്നെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് അധികാരമേറ്റ് തൊട്ടു പിന്നാലെയുള്ള അന്വേഷണത്തിലൂടെ UDF ലക്ഷ്യമിടുന്നത്. 24 തിരുവനന്തപുരം. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ തെളിവ് നശിപ്പിച്ചതിൽ പ്രത്യേക കേസെടുക്കാൻ നിയമോപദേശം തേടി SIT. ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടലിൽ കേസ് ഡയറി തിരുത്തിയെന്നും തെളിവുകൾ നശിപ്പിച്ചുവെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനെയും ഉന്നത ഉദ്യോഗസ്ഥനെയും കേസിന്റെ ഭാഗമാക്കുന്നതിലാണ് നിയമോപദേശം തേടിയത്. UDF അധികാര ദുർവിനിയോഗം നടത്തുകയാണ് എന്ന് CPIM ആരോപിച്ചു. 2023 ഡിസംബർ 15-നുണ്ടായ വിവാദ രക്ഷാപ്രവർത്തനത്തിന്റെ യഥാർത്ഥ അന്വേഷണ റിപ്പോർട്ട് ഉന്നതോദ്യോഗസ്ഥൻ തിരുത്തിച്ചു എന്നാണ് കണ്ടെത്തൽ. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് നിർണായകമായത്. ഇതിന്റെ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചു. ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP സുനിൽ രാജ് തെളിവ് നശിപ്പിക്കാനും കേസ് ഡയറി തിരുത്താനും കൂട്ടുനിന്നതായും കണ്ടെത്തി. നിർണായക വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് നാളെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിന് കൈമാറും. ശേഷമായിരിക്കും തീരുമാനം. ഗവൺമെന്റ്മാർക്കെതിരെ വധശ്രമക്കുറ്റമടക്കം ചുമത്തണമെന്ന് AD തോമസ് MLA ആവശ്യപ്പെട്ടു. ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടെ നീതിപൂർവമായ ഒരു നടപടി എത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായതിനു ശേഷം ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ADGP അടക്കമുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. അവർക്കെതിരെ നടപടി ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുമ്പോട്ട് പോകാനാണ് എന്റെയും അജയ് ജോൽ കുര്യാക്കോസിന്റെയും പാർട്ടിയുടെയും തീരുമാനം. എന്നാൽ ഗവൺമെന്റ്മാർക്കെതിരായ നടപടി അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമെന്ന് CPIM നേതാവ് EP ജയരാജൻ. ആ അംഗരക്ഷകർ ആ ദൗത്യം നിർവഹിച്ചില്ലെങ്കിൽ അവരെ പേരിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കൂ. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരാ മറുപടി പറയേണ്ടത്. ഏത് അക്രമങ്ങളെയും ന്യായീകരിക്കാം, ഏത് സംഭവങ്ങളെയും ന്യായീകരിക്കാം. പക്ഷെ ഇതെല്ലാം കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ കാണുന്നത് നല്ലതാണ്. പ്രതികളായ അനിൽ കല്ലിയൂരും സന്ദീപും നൽകിയ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം. SIT സംഘം DGPക്ക് നൽകിയ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ച് സസ്പെൻഷന് പുറമെ വകുപ്പുതല നടപടികൾ കൂടി ആരംഭിച്ചാൽ അന്വേഷണ സംഘത്തിലെ നിരവധി ഉദ്യോഗസ്ഥർ കുരുക്കിലാകും. 24 ആലപ്പുഴ. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ല എന്നതിന്റെ തെളിവ് പുറത്ത്. പരോൾ വ്യവസ്ഥയിലെ മാറ്റം മാത്രമാണ് കോടതി ഉത്തരവിലുള്ളത്. ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചതിനു പിന്നാലെ കല്യോട്ട് പ്രദേശത്ത് പോലീസ് കടുത്ത ജാഗ്രതയിലാണ്.
മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതി പീതാംബരനുൾപ്പെടെ മുഴുവൻ പ്രതികൾക്കും കൂട്ടപ്പരോൾ അനുവദിച്ചതെന്ന ആക്ഷേപം കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു. ഇതിൽ ചട്ടലംഘനം നടന്നതായ സംശയവും അവർക്കുണ്ടായിരുന്നു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് എന്നായിരുന്നു ജയിൽ അധികൃതർ ആദ്യം നൽകിയ വിശദീകരണം. എന്നാൽ മാർച്ച് 13 ഹൈക്കോടതി ഉത്തരവ് പ്രതികളുടെ പരോൾ വ്യവസ്ഥയിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ളതായിരുന്നു. അതിന് പിന്നാലെ LDF സർക്കാർ ഭരണം ഒഴിയുന്നതിനു മുൻപായി വിവിധ കേസുകളിൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് പരോൾ നൽകുന്ന കൂട്ടത്തിൽ പെരിയ കേസിലെയും പ്രതികൾക്ക് പരോൾ അനുവദിക്കുകയായിരുന്നു. കോടതി ഉത്തരവിന്റെ ബലത്തിൽ പ്രതികൾക്ക് നാട്ടിലേക്ക് പ്രവേശിക്കാനും സാധിച്ചു. അതേസമയം പരോൾ അനുവദിക്കുന്നതിനു മുമ്പായി പ്രൊബേഷൻ ഓഫീസറുടെയും ലോക്കൽ പോലീസിന്റെയും റിപ്പോർട്ട് തേടിയിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾ കൂട്ടത്തോടെ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നതും നാട്ടിലേക്കെത്തുന്നതും ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നത് പരിഗണിച്ചില്ലെന്ന പരാതിയും ഇതിനകം ഉയർന്നു കഴിഞ്ഞു. കനത്ത പോലീസ് കാവലിലാണ് ഇപ്പോൾ കല്യോട്ട് പ്രദേശം. 24 കാസർഗോഡ്. പശ്ചിമബംഗാളിലെ ഫാൾട്ട ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉജ്ജ്വല വിജയം. 1 ലക്ഷത്തിലേറെ വോട്ടിന് BJP സ്ഥാനാർത്ഥി ദെബാങ്ഷു പാണ്ഡെ വിജയിച്ചു. CPIM സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമിയാണ് 2ാം സ്ഥാനത്ത്. തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷ നൽകുന്നത് എന്ന് CPIM ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പ്രതികരിച്ചു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയം ഫാൾട്ടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും BJP ആവർത്തിച്ചു. 1.5 ലക്ഷം ലീഡ് നേടുമെന്ന അവകാശവാദത്തിനൊപ്പം എത്തിയില്ലെങ്കിലും 1,09,021 വോട്ടുകൾക്ക് BJPയുടെ ദെബാങ്ഷു പാണ്ഡെ വിജയിച്ചു. 40,627 വോട്ടുകൾ നേടി CPIM സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമി 2ാം സ്ഥാനത്തെത്തി. കോൺഗ്രസിന്റെ അബ്ദുൾ റസാഖ് മൊല്ല 3ാം സ്ഥാനത്തെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി മത്സരത്തിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ ജഹാംഗീർ ഖാൻ 4ാം സ്ഥാനത്തായി. ഭയമില്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ പോരാട്ടം CPIM-ഉം BJP-യും തമ്മിലായെന്ന് CPIM Bengal Samsthana Secretary Muhammad Salim. And TMC is nowhere near, Congress is nowhere near. It's a fight between BJP and CPIM. So this election as a result in Bengal has given rise of hope, not desperation. And it's a strong opposition role will be played by the CPIM-led Left Front. തൃണമൂൽ കോൺഗ്രസ് തകരുന്നതോടെ നിർണായകമായ ന്യൂനപക്ഷ വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കുമെന്ന നിലയ്ക്കാണ് ഫാൾട്ട ഉപതെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ നേടിയത്. 24 ഡൽഹി. പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് പരാതിയിൽ തെളിവില്ല എന്ന അന്വേഷണ റിപ്പോർട്ട്. ആശുപത്രിയിൽ നിന്ന് രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ പാതി സൂചിയുമായാണ് ഡോക്ടർ രോഗിയെ ഡിസ്ചാർജ് ചെയ്ത സൂചിയുമായി രോഗിയെ ഡിസ്ചാർജ് ചെയ്ത ഡോക്ടർക്ക് പിഴവ് പറ്റിയെന്ന റിപ്പോർട്ടിലുണ്ട്. അതേസമയം റിപ്പോർട്ട് പരിശോധിച്ച് നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചു. ആറന്മുള സ്വദേശിയായ 68-കാരിയാണ് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവുണ്ടായെന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഇഞ്ചക്ഷൻ ഉപയോഗിച്ച സൂചി വീട്ടമ്മയുടെ ഇടുപ്പിൽ കുടുങ്ങുകയായിരുന്നു. 1 വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് എക്സ്റേയിലൂടെ വിവരം പുറത്തറിയുന്നത്. എന്നാൽ പിഴവിന് തെളിവില്ലെന്നും സൂചി കുടുങ്ങിയത് ആശുപത്രിയിൽ നിന്ന് തന്നെയെന്ന് വ്യക്തമല്ലെന്നുമാണ് വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട്. ആശുപത്രിയിൽ നിന്ന് രേഖകൾ കണ്ടെത്താനായില്ല. വിദഗ്ധ സമിതി റിപ്പോർട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരന് കൈമാറി. അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാകും. എന്നാൽ മറ്റൊരാശുപത്രിയിലും ചികിത്സ തേടിയിട്ടില്ലെന്ന് പരാതിക്കാരി ഉറപ്പിച്ചു പറയുന്നു. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഡോക്ടർക്ക് വീഴ്ചയുണ്ടായെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. പാതി സൂചിയുമായാണ് ഡോക്ടർ രോഗിയെ ഡിസ്ചാർജ് ചെയ്തത്. അതേസമയം സർക്കാർ ആശുപത്രികളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നു. കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാനാണ് സർക്കാർ തീരുമാനം. 24 തിരുവനന്തപുരം. ഇന്ത്യ-US വ്യാപാര കരാർ ചർച്ചകൾ അവസാന ഘട്ടത്തിലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന കരാറുണ്ടാകും. ഇന്ത്യ-അമേരിക്ക ബന്ധത്തിൽ വിള്ളലില്ല എന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. ഡൽഹിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി റൂബിയോ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, സഹകരണം, വിസ സേവനങ്ങളിലെ നിയന്ത്രണങ്ങൾ, പശ്ചിമേഷ്യൻ സാഹചര്യം എന്നിവയിലൂന്നിയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചർച്ച നടന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തീരുവ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന മറുപടിയാണ് മാർക്കോ റൂബിയോ നൽകിയത്. ഇന്ത്യക്ക് വ്യാപാര മേഖലയിൽ ഉണ്ടായ പ്രതിസന്ധി മറികടക്കാൻ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാര കരാറിന് സാധിക്കുമെന്ന് മാർക്കോ റൂബിയോ. വിസ ചട്ടങ്ങളിലെ നിയന്ത്രണങ്ങൾ അനധികൃത കുടിയേറ്റം തടയാനാണെന്ന് റൂബിയോ ഇന്ത്യയെ ധരിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവും ഇന്ത്യക്കുണ്ടായ ആഘാതവും എസ് ജയശങ്കർ ചർച്ചയിൽ ഉയർത്തി. അമേരിക്കയുടെ സമാധാന കരാറിന് ഹോമൂസിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന മറുപടിയാണ് റൂബിയോ നൽകിയത്. ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഡൽഹിയിൽ നടക്കുന്നതിന് മുന്നോടിയായിരുന്നു ഇന്ത്യ-അമേരിക്ക ഉഭയകക്ഷി ചർച്ച. 24 ഡൽഹി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.